Good morning, dear students. നമുക്ക് geometrical isomerism കുറിച്ച് നോക്കാം. Geometrical isomerism or cis-trans isomer. An isomer having similar or identical groups on the same side is termed as a cis compound. Isomer having similar groups on the opposite side, it is a trans compound. This phenomenon is termed as geometrical isomerism. ഐസോമറിന്റെ സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണെങ്കിൽ ആ ഐസോമർ സിസ് ഐസോമർ എന്നും, സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ആ ഐസോമർ ട്രാൻസ് ഐസോമർ എന്നും പറയും. ഇതിനെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയുന്നത്. കമ്മിങ് ടു ദ എക്സാമ്പിൾസ്, സി ഡബിൾ ബോണ്ട് സി, carboxylic groups on the same side. First one, carboxylic groups on the opposite sides. Second compound. Here the first compound is malic acid. And second compound is fumaric acid. In malic acid, the carboxylic groups, identical groups are on the same side, so malic acid is a cis isomer. In fumaric acid, carboxylic groups are on the opposite sides, so fumaric acid is a trans isomer. So it is very clear. An isomer having similar groups on the same side, it is cis isomer. An isomer having similar groups on the opposite side, it is a trans isomer. And this phenomenon is termed as geometrical isomerism or cis-trans isomerism. Then another example, C double bond C, CH3, CH3. This is 2-butene. First one, again we can write 2-butene with CH3 groups on the opposite sides. This second one, this is also 2-butene. See, in the first compound, CH3 groups are on the same side, so this 2-butene is cis isomer, so it is cis 2-butene. In the second one, CH3 groups are on the opposite sides, so it's a trans isomer. You can write it as trans 2-butene. And these two are the famous examples for geometrical isomerism: malic acid, fumaric acid, and cis 2-butene and trans 2-butene. If the groups are similar groups are on the same side, it is cis isomer. Similar groups are on the opposite side, it is trans isomer. This cis trans is a type of nomenclature given to geometrical isomerism. Geometrical isomerismത്തിന്റെ ഒരു നോമൻക്ലേച്ചർ ആണ് സിസ് എന്നും ട്രാൻസ് എന്നും പറയുന്നത്. സിസ് ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണെങ്കിൽ, സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അതിന് ട്രാൻസ് ഐസോമർ എന്ന് പറയും. ഇനി മെയിൻലി 3 ടൈപ്പിലുള്ള കോമ്പൗണ്ടുകളാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഈസ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട്. ദെൻ സെക്കൻഡ് ടൈപ്പ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സൈക്ലിക് സ്ട്രക്ചർ. ദെൻ തേർഡ് ടൈപ്പ് കോമ്പൗണ്ട്സ് വിച്ച് മേ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ഡ്യൂ ടു ദ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഓഫ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. 3 ടൈപ്പിലുള്ള കോമ്പൗണ്ടുകളാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ദെൻ സെക്കൻഡ് വൺ, സൈക്ലിക് സ്ട്രക്ചേർഡ് കോമ്പൗണ്ട്സ്. തേർഡ് വൺ, കോമ്പൗണ്ട്സ് which exhibit geometrical isomerism due to restricted rotation of carbon carbon single bond. സിംഗിൾ ബോണ്ടിന്റെ റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകൾ. ഇതിന് എക്സാമ്പിൾ ആണ് ബൈഫിനൈൽ കോമ്പൗണ്ട്സ്. ഇതിന്റെ ജോമെട്രിക്കൽ ഐസോമറിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കും. കമ്മിങ് ടു ദ നോമൻക്ലേച്ചർ ഓഫ് ജോമെട്രിക്കൽ ഐസോമറിസം, ഫസ്റ്റ് ടൈപ്പ് ഈസ് സിസ് ട്രാൻസ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണെങ്കിൽ സിസ്, സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ട്രാൻസ്. ഫോർ എക്സാമ്പിൾ മാലിക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ്, സിസ് 2-butene, ട്രാൻസ് 2-butene. അതുപോലെ നെക്സ്റ്റ് ടൈപ്പ് നോമൻക്ലേച്ചർ ആണ് ഇ ആൻഡ് ഇസഡ്. ഇ ആൻഡ് ഇസഡ് ടൈപ്പ് ഓഫ് നോമൻക്ലേച്ചർ. ഇ ആൻഡ് ഇസഡ് നോമൻക്ലേച്ചർ പഠിക്കണമെങ്കിൽ നമ്മൾ സീക്വൻസ് റൂൾ അറിയണം. സീക്വൻസ് റൂൾ നമ്മൾ ഓൾറെഡി R&S കോൺഫിഗറേഷനിൽ നോക്കിയതാണ്. എന്താണ് സീക്വൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂൾ നമ്പർ 1 is
compound atom having highest atomic number will get highest priority. If isotopes are present, then we will give priority to the isotope having highest mass number. നമ്മൾ സീക്വൻസ് റൂൾ അനുസരിച്ചിട്ടാണ് ഇവിടെ ഇ ആൻഡ് ഇസഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ചെയ്യുന്നത്. സീക്വൻസ് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ റൂൾ നമ്പർ 1 ഹയസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ള ആറ്റത്തിനാണ്. ഐസോടോപ്സ് ആണ് പ്രസന്റ് എങ്കിൽ നമ്മൾ മാസ് നമ്പർ കൂടിയ ഐസോടോപ്പിന് പ്രിയോറിറ്റി കൊടുക്കും. അത് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 ഈസ് if identical atoms are present, then we'll give priority to the next atom attached to the first atom. ഇപ്പം സെയിം ആറ്റമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ആറ്റം അതിലേതിനാണ് അറ്റോമിക് നമ്പർ ഹയസ്റ്റ് എന്ന് നോക്കും, അതിന് പ്രിയോറിറ്റി കൊടുക്കും. അങ്ങനെയാണ് സീക്വൻസ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. റൂൾ നമ്പർ 3 ഈസ് ഇഫ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ആർ പ്രസന്റ്, വെൻ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിവിടെ റെലവെന്റ് അല്ല എങ്കിലും നമ്മൾ ഫസ്റ്റ് റൂൾ മാത്രം മതിയാവും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. സി ഡബിൾ ബോണ്ട് സി, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഹൈഡ്രജൻ. ഫസ്റ്റ് വൺ സി ഡബിൾ ബോണ്ട് സി, അയഡിൻ, ഹൈഡ്രജൻ, ബ്രോമിൻ, ക്ലോറിൻ. സോ ഈ കാർബണിനെ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ പ്രിയോറിറ്റി? ബ്രോമിൻ ഗെറ്റ് ഫസ്റ്റ് പ്രിയോറിറ്റി, ക്ലോറിൻ ഗെറ്റ് സെക്കൻഡ് പ്രിയോറിറ്റി അക്കോർഡിംഗ് ടു റൂൾ നമ്പർ 1. Iodine gets first priority according to this carbon, hydrogen gets second priority. Here chlorine second priority, bromine first priority according to this carbon. And for this carbon, iodine gets first priority, hydrogen gets second priority. Compound number 2. This compound is 1 bromo, 1 chloro, 2 iodo, ethylene. So in 1 bromo, 1 chloro, 2 iodo, ethylene. See, we have given priority according to sequence rule number 1. If the priority groups are on the same side, it is Z isomer. If the priority groups are on the opposite sides, then this is E isomer. Z means Zusammen, on the same side. In German it is. E means Engagen, it is opposite sides. See, if the priority groups are on the opposite side, it is E isomer. If the priority groups are on the same side, it is Z isomer. The common number 1 is Z 1 bromo, 1 bromo, 1 chloro, 2 iodo, ethylene. The second compound is E 1 bromo, 1 chloro, 2 iodo, ethylene. So I think this nomenclature is very clear to you. E and Z system of nomenclature. E and Z nomenclature follows sequence rules. Rule number 1 is atom having highest atomic number will get highest priority. Then second one, if identical atoms are present, then we will see the atomic number of the next atom attached to the first atom. For example, 1 bromo, 1 chloro, 2 iodo, ethylene. If the priority groups are on the same side, it is Z isomer. If the priority groups are arranged on the opposite side, it is E isomer. ഓർമ്മിക്കാൻ എളുപ്പത്തിന് ഈ എനിമി എന്ന് ഓർമ്മിച്ചു വയ്ക്കുക, ഓപ്പോസിറ്റ്. This is a second type of nomenclature.